പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൈദ്യുതി നിരക്ക് കൂട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകളുടെ പ്രതികരണം നമ്മൾ ഇന്ന് കണ്ടു. എല്ലാവരും ഞങ്ങളെ ഇരുട്ടടിയാണ്, ഷോക്കേൽപ്പിക്കാൻ പോവുകയാണ്, ഇങ്ങനെ കൊള്ളയടിക്കരുത് എന്ന അഭിപ്രായങ്ങളൊക്കെയാണ് രേഖപ്പെടുത്തിയത്. രണ്ടാം LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ 2 തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത്. ഇനി വർദ്ധിപ്പിക്കാൻ പോകുന്നത് 3ാമത്തെ തവണ. 2022 ജൂൺ 26-നും 2023 നവംബർ 1-നുമാണ് നിരക്ക് വർധന നടപ്പാക്കിയത്. 0 മുതൽ 40 യൂണിറ്റ് വരെ പ്രതിമാസ ഉപയോഗമുള്ള BPL വിഭാഗത്തെ വർധനവിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ബാക്കി യൂണിറ്റുകൾ 2 തവണയായി 10 പൈസ മുതൽ 90 പൈസ വരെ യൂണിറ്റിന് വർദ്ധിപ്പിച്ചിരുന്നു. ഇതിനു പുറമെയാണ് പുതിയ നിരക്ക് വർധനയ്ക്കുള്ള ശുപാർശ നടപ്പാക്കാൻ പോകുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് 50 യൂണിറ്റ് വരെ 3.15 രൂപയായിരുന്നു നിരക്ക്. ഇപ്പോൾ ഇത് 3.25 രൂപയാണ്, 10 പൈസയുടെ വ്യത്യാസം. ഇത് 2024-ൽ 25-ൽ 3.35ആയും അടുത്ത വർഷം 3.5 രൂപയായും 3 രൂപ 50 പൈസയായും വർദ്ധിപ്പിക്കണമെന്നാണ് ശുപാർശ. നിലവിലെ ഉപയോഗ നിരക്ക് നമുക്കൊന്ന് പരിശോധിച്ച് വരാം. പ്രതിമാസ ഉപയോഗവും നിലവിലെ യൂണിറ്റും കൂടി നമുക്കൊന്ന് പരിശോധിച്ച് വന്നാൽ എന്താണ് മാറ്റമുണ്ടാകുന്നത് എന്ന് നോക്കിയാൽ ഇപ്പോഴുള്ളത് 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 3.25 എന്ന നിരക്കിലാണ് യൂണിറ്റിന് കൊടുക്കേണ്ടി വരിക. എന്നാൽ ഒരു 34 പൈസ കൂടി യൂണിറ്റിന് കൂടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 51 മുതൽ 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർ യൂണിറ്റിന് 4 രൂപ വീതം കൊടുക്കണമെന്നർത്ഥം. അഥവാ 100 യൂണിറ്റ് ഉപയോഗിക്കുന്നയാൾ 400 രൂപ അല്ലെങ്കിൽ 405 രൂപയാണ് പ്രതിമാസം ബില്ലായി നൽകേണ്ടത്. ഇനി അതിൻ്റെ കൂടി 34 പൈസ കൂടി ഒരു യൂണിറ്റിന് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ 100 യൂണിറ്റ് ഉപയോഗിക്കുന്നയാൾക്ക് 34 രൂപ കൂടി കൂടാൻ പോകുന്നു എന്നർത്ഥം. അപ്പോൾ 405 രൂപ കൊടുത്തുകൊണ്ടിരുന്നയാൾ ഇനി 439 രൂപ കൊടുക്കേണ്ടി വരും. 100 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവർ. 101 മുതൽ 150 വരെ യൂണിറ്റിന് 5 രൂപ 10 പൈസ എന്ന നിരക്കിലാണ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ. 300-ന് മുകളിൽ ഉപയോഗിക്കുന്നവർ യൂണിറ്റിന് 6 രൂപ 40 പൈസ കൊടുക്കണം. 350 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർ 7 രൂപ 25 പൈസ കൊടുക്കണം യൂണിറ്റിന്. 500 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർ 8 രൂപ 80 പൈസയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ വന്നാൽ ഇപ്പോൾ 500 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് എത്ര വരും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 7 രൂപ അല്ലെങ്കിൽ 8 രൂപ ശരാശരി നമ്മൾ ഉപയോഗിച്ചാൽ പോലും 8 × 500 എന്ന കണക്കിലേക്കായിരിക്കും വരിക. അങ്ങനെ വന്നാൽ അത് 4000 രൂപയായിരിക്കും. അതിൻ്റെ കൂടി യൂണിറ്റിന് 34 രൂപ എന്ന നിലയിൽ 100 രൂപയ്ക്ക് 34, 100 യൂണിറ്റിന് 34. അങ്ങനെ വന്നാൽ ഒരു 150 മുതൽ 200 രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട് 500 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം. ഇനി ഈ വർധന എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കൂ. KSEB റെഗുലേറ്ററി കമ്മീഷൻ നൽകിയ ശുപാർശകൾ നമുക്കൊന്ന് പരിശോധിച്ച് വരാം. ഓരോ വർഷവും എങ്ങനെയാണ് വൈദ്യുതി വർധന കൂട്ടേണ്ടത് എന്നുള്ളത്. 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 3 രൂപ 35 പൈസയാണെങ്കിൽ അത് 3 രൂപ 50 പൈസയായിട്ട് ഉയർത്തണം. 51 മുതൽ 100 വരെ യൂണിറ്റ് 4 രൂപ 25 പൈസയായി ഈ വർഷം, അടുത്ത വർഷം 4.45 എന്ന നിലയിൽ. അതിനുശേഷം 2026-27-ലും 4.45. 500 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നത് 8 രൂപ 20 പൈസയാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. ഇനി 8 രൂപ 45 പൈസയായിട്ട് അടുത്ത വർഷം വർദ്ധിപ്പിക്കണം. 8 രൂപ 50 പൈസയായിട്ട് 2026-ലും 27-ലും വർദ്ധിപ്പിക്കണം. ശരാശരി ഉപയോക്താക്കൾ 100-നും 150-നും ഇടയിൽ ഉപയോഗിക്കുന്നവർക്ക് 5 രൂപ 30 പൈസയായിട്ട് വർദ്ധിപ്പിക്കണം എന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷം 5 രൂപ 50 പൈസയായിട്ട് അത് ഉയർത്തണം. എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ് നിങ്ങൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ 101 യൂണിറ്റ് നിങ്ങൾ ഉപയോഗിച്ചാൽ 530 രൂപ അല്ലെങ്കിൽ ഏകദേശം 583 രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് 600 രൂപയ്ക്ക് അടുത്ത് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. വീണ്ടും അത് വർദ്ധിപ്പിക്കുന്നു 5 പൈസ. അവിടെയും ഒരു നേരിയ വ്യത്യാസം 5-10 രൂപയുടെ വ്യത്യാസം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരാശരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് യൂണിറ്റിന് 34 പൈസ എന്ന നിലയിൽ 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് 34 രൂപ പ്രതിമാസം കൂടാൻ പോകുന്നു എന്നർത്ഥം. അപ്പോൾ വർധന ഇത്രയുമാണ് ഉള്ളതെങ്കിലും ജനങ്ങൾക്ക് പറയാനുള്ളത് അതൊരു കൊള്ളയടിയാണ് എന്നാണ്.